നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യം 200 വർഷം പിന്നോട്ട് പോകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ. DMK സ്ഥാനാർത്ഥി DR ബാലുവിനെ പിന്തുണച്ച് ശ്രീപെരുമ്പത്തൂരിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യം 200 വർഷം പുറകോട്ട് പോകും. ചരിത്രം തിരുത്തി എഴുതപ്പെടും. അതുപോലെ ശാസ്ത്രം പിന്നോട്ട് തള്ളപ്പെടും. അന്ധവിശ്വാസ കഥകൾക്ക് പ്രാധാന്യം നൽകും. ഡോക്ടർ BR അംബേദ്കറുടെ ഭരണഘടനയെ RSS നിയമങ്ങളാൽ മാറ്റിസ്ഥാപിക്കും. വോട്ടാണ് ഇതിനെ ചെറുക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. BJPക്കുള്ള വോട്ട് തമിഴ്നാടിന്റെ ശത്രുവിനുള്ള വോട്ടാണ്. AIADMKക്കുള്ള വോട്ട് സംസ്ഥാനത്തെ വഞ്ചിക്കുന്നവർക്കുള്ള വോട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. AIADMKക്ക് വോട്ട് ചെയ്യുന്നത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. AIADMKയെയും BJPയെയും സ്വാഭാവിക സഖ്യകക്ഷികളെന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ വേർപിരിഞ്ഞതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഭൂരിപക്ഷം ആവശ്യമുള്ള സാഹചര്യത്തിൽ പാർട്ടി BJPയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് AIADMK BJPയെ പിന്തുണയ്ക്കില്ലെന്ന് എടപ്പാളി K പളനിസ്വാമി പറഞ്ഞില്ല. കാത്തിരുന്ന് കാണുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. AIADMKക്ക് ഒരിക്കലും BJPക്കെതിരെ പോകാനാകില്ല. AIADMKക്ക് ഒരു വോട്ട് കൊടുക്കുന്നത് BJPക്കുള്ള വോട്ടിന് തുല്യമാണ്, സ്റ്റാലിൻ പറഞ്ഞു. തനിക്ക് കേന്ദ്രത്തിൽ നിന്ന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന മുൻ മുഖ്യമന്ത്രിയും AIADMK ജനറൽ സെക്രട്ടറിയുമായ പളനിസ്വാമിയുടെ അവകാശവാദത്തോട് പ്രതികരിച്ച സ്റ്റാലിൻ, അടിമകളിൽ ഏറ്റവും മികച്ചവനാണ് എന്നതിനാണ് പളനിസ്വാമിക്ക് അവാർഡുകൾ ലഭിച്ചതെന്ന് പരിഹസിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി ഞങ്ങൾ ശ്രദ്ധാപൂർവം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ തനിക്ക് കേന്ദ്രത്തിൽ നിന്ന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പളനിസ്വാമി അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് ഏറ്റവും മികച്ച അടിമ എന്നതിനുള്ള അവാർഡ് ലഭിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് അവാർഡ് ലഭിച്ചു. ജൂൺ 4-ന് ഞങ്ങൾക്ക് മറ്റൊരു അവാർഡ് ലഭിക്കും. തമിഴ്നാട്ടിൽ BJP വിജയിക്കുമെന്ന് പറഞ്ഞ് ആരോ പ്രധാനമന്ത്രി മോദിയെ വഞ്ചിക്കുകയാണെന്ന് സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ തമിഴ്നാട് DMK വിരുദ്ധ തരംഗമുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. എത്ര വർഷം ശ്രമിച്ചാലും BJPക്ക് തമിഴ്നാട്ടിൽ വളരാനാവില്ല. 2014-ലും 2019-ലും തമിഴ്നാട് ജനത നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ തമിഴ്നാട്ടിൽ BJP വിജയിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആരോ നിങ്ങളെ ചതിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷ ഇന്ത്യ മുന്നണിയുടെ കൈകളിലാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു, സ്റ്റാലിൻ പറഞ്ഞു.